ഹായ് ഗൈസ്, ഇപ്പോൾ പുതിയതായി വന്ന അവതാർ ഫയർ ആൻഡ് ഡാഷ് മൂവിയുടെ ട്രെയിലറിൽ ഒംറ്റിക്കായൻ മെറ്റ്കായന മാത്രമല്ലാതെ ഒരു എക്സ്ട്രാ 2 ക്ലയന്റിനെ കൂടി കാണിച്ചിട്ടുണ്ടാവും. ഫയർ ക്ലയൻ ആൻഡ് എയർ ക്ലയൻ. ഫയർ ക്ലയനെ കുറിച്ച് ഓൾറെഡി നമ്മളൊരു വീഡിയോ കവർ ചെയ്തിട്ടുണ്ടാവും. ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലോ കമന്റിലോ മേലെ കാർട്ടിലോ തരാം. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് പോയിക്കോളൂ. ഓക്കെ, ആരാണ് ഈ എയർ ക്ലയൻ? ജെയിംസ് കാമറോൺ ഇവരെ മെൻഷൻ ചെയ്തിരിക്കുന്നത് വിൻ ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ടാണ്. ബട്ട് ഈ ഫയർ ക്ലയനിന് മാംഗോ എന്ന പേരുള്ള പോലെ ഈ ക്ലയന്റെ പേരാണ് ട്ലാലിം. ഈ ട്ലാലിമിന്റെ അർത്ഥം കാറ്റ്, വിൻഡ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പൊ ഈ ട്ലാലിം ഇപ്പോഴേക്ക് നമുക്ക് ഇവരെ വിൻ ട്രേഡേഴ്സ് എന്ന് വിളിക്കാം. സോ അപ്പൊ ഈ വിൻ ട്രേഡേഴ്സ് ഒംറ്റിക്കായ, മെറ്റ്കേന ഇവരെ പോലെയൊക്കെ ഒരു ഫിക്സ്ഡ് ഏരിയയിൽ ജീവിക്കുന്ന ആൾക്കാരായിരിക്കില്ല. പേര് പോലെ തന്നെ ഇവരും ജീവിതം മുഴുവൻ കാറ്റിനൊപ്പം സഞ്ചരിക്കുന്ന ആൾക്കാരായിരിക്കും. മുൻപ് പറഞ്ഞ പോലെ തന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത അവർക്കൊരു പെർമനന്റ് ഹോം ഒന്നുമില്ല. ഇവർ ജീവിക്കുന്നത് ആകാശത്തിലൂടെ തന്നെയാണ്. പിന്നെ ഇവരെ കൊണ്ടുപോകുന്ന ഒരു ജെല്ലി ഫിഷ് പോലുള്ള ഒരു അനിമൽ. ഈ അനിമലിന്റെ പേര് എവിടെയും മെൻഷൻ ചെയ്തിട്ടൊന്നുമില്ല. എങ്കിലും നമുക്ക് കിട്ടിയ ലീക്ക് പടി ഈ അനിമലിന്റെ പേരാണ് ബൺഷീസ്. ഇതാണ് ഇവരുടെ ഒരു ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം. പിന്നെ ഈ ക്ലാലിംഗ് ക്ലാനിന് മൂവിയിൽ അത്ര റോളൊന്നും ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതായത് ഫയർ ക്ലാൻ വേഴ്സസ് ജാക്ക് ഫാമിലി ഫൈറ്റിൽ ഈ എയർ ക്ലാനിനെ അത്ര ഇൻക്ലൂഡ് ചെയ്യില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇവർ ജസ്റ്റ് മൂവിയുടെ തുടക്കത്തിലും അവസാനത്തിലും മാത്രമായിരിക്കും കാണിക്കുക. കാരണം ഈ വിങ് ട്രേഡേഴ്സ് നമ്മുടെ മാംഗോ ക്ലയന്റിനെ പോലെ അത്ര വയലൻസ് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കില്ല. മറിച്ച് സമാധാന പ്രിയറായിട്ടായിരിക്കും കാണിക്കുക. അതായത് ജാക്സന്റെ ഫാമിലിയെ മെറ്റ്കായിൽ നിന്ന് ഒംറ്റിക്കായിലേക്ക് കൊണ്ടുവിടുന്ന ഒരാളുകളായിട്ടായിരിക്കും ഇവരെ കാണിക്കുക എന്നാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ ക്ലാനിനും ഒരു ലീഡർ ഉള്ള പോലെ ഈ ക്ലാനിന് ഒരു ലീഡർ ഉണ്ട്. അവരുടെ പേരാണ് പേലാക്. പിന്നെ ഇവരുടെ സർവൈവൽ സിസ്റ്റം പ്യുവർ അഡാപ്റ്റബിലിറ്റി പ്ലസ് ട്രാവൽ പ്ലസ് ട്രേഡ് എന്നുള്ള രീതിക്കാണ് കാണിച്ചിരിക്കുന്നത്. അതായത് പൻഡോറയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള റെയർ ഹെർബ്സ്, മെഡിക്കൽ പ്ലാന്റ്സ്, മിനറൽസ്, ആർട്ടിഫാക്ട്സ് ഇതൊക്കെ ശേഖരിച്ച് മറ്റുള്ള ക്ലാനിനും എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഇവർ സർവേ ചെയ്യുന്നത്. കുറച്ചുകൂടി മനസ്സിലാവുന്ന പോലെ പറഞ്ഞാൽ വിന്റേഡേഴ്സ് ഇവർക്ക് കിട്ടുന്ന റിസോഴ്സസ് റെയിൻ ഫോറസ്റ്റ് ജീവിക്കുന്ന ഒംറ്റിക്കായ പീപ്പിൾസിനും സീസൈഡ് ജീവിക്കുന്ന മെറ്റ്കാന പീപ്പിൾസിനും സപ്ലൈ ചെയ്യും. അതിനു പോലെ ഒംറ്റിക്കായ ആൻഡ് മെറ്റ്കാന പീപ്പിൾസ് വിന്റേഡേഴ്സിന് വേണ്ട ഫുഡ്, ഫ്രൂട്ട്സ് ആൻഡ് മീറ്റ്സ് തുടങ്ങിയ ആവശ്യ സാധനങ്ങൾ തിരിച്ചു കൊടുക്കും. ഇതിന് നമുക്കൊരു സിമ്പിൾ ഗീവ് ആൻഡ് ടേക്ക് സിസ്റ്റം എന്ന് പറയാം. നമ്മളെല്ലാവരും 6th സ്റ്റാൻഡേർഡിൽ പഠിക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു തന്നിട്ടുണ്ടാവുമല്ലോ പഴയകാലത്തെ കൈമാറ്റ വ്യവസ്ഥയെ പറ്റി. അതുപോലെ തന്നെ അതുകൊണ്ടാണ് ഇവരെ ട്രേഡേഴ്സ് എന്ന് വിളിക്കുന്നതും. ഇവർ ലിറ്ററലി പൻഡോറയിലെ കണക്ടേഴ്സ് ആണ്. ഒരു ഭാഗത്ത് കിട്ടുന്ന റിസോഴ്സസ് മറ്റൊരു ഭാഗത്തേക്ക് എത്തിച്ചു കൊടുത്ത് ജീവിതം ഷെയർ ചെയ്യുന്നതിലൂടെ ജീവിക്കുന്ന ഒരു കൂട്ടം വിഭാഗം. പിന്നെ ഈ കാര്യങ്ങൾ എല്ലാ നാവീസിനും പറ്റുന്ന കാര്യങ്ങളല്ല. ലൈക്ക് മറ്റുള്ള നാവീസ് പോലും എത്താൻ പറ്റാത്ത പ്രദേശങ്ങളിലേക്ക് ഇവർക്ക് പോകാൻ സാധിക്കും. കാരണം അവർക്ക് മൂവ്മെന്റ് ഈസി ആയതുകൊണ്ട്. ഇനി നമുക്ക് ഇവരെ കുറിച്ച് കുറച്ച് ഇൻട്രസ്റ്റിംഗ് ഫാക്ട്സ് നോക്കാം. ഈ ക്ലയൻ മറ്റുള്ള ക്ലയന്റിനെ പോലെ വാർ എന്നൊരു കോൺസെപ്റ്റ് ഒരിക്കലും ആഗ്രഹിക്കാത്ത ഒരു ഗ്രൂപ്പാണ്. പിന്നെ ഇവരെ വിൻ ട്രേഡേഴ്സ് എന്ന് വിളിക്കാൻ കാരണം ഇവർ കാറ്റിന്റെ ഒഴുക്കുകൾ പിന്തുടർന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ആൻഡ് ഇവരൊരു നാച്ചുറൽ സയന്റിസ്റ്റുകൾ കൂടിയാണ്. അതായത് വിൻ ട്രേഡേഴ്സ് പറക്കുന്ന ജീവികളെ വളർത്തുന്നതിലും അവരുടെ യാത്രാമാർഗ്ഗങ്ങൾ പഠിക്കുന്നതിലും വലിയ അറിവുണ്ട്. കാറ്റിന്റെ ദിശകൾ, മഴക്കാല സൂചനകൾ, സ്ട്രോം പാറ്റേൺസ് എല്ലാം പ്രെഡിക്റ്റ് ചെയ്യാൻ ഇവർക്ക് കഴിയും. പിന്നെ ഇവരുടെ എനിക്ക് തോന്നിയ ഒരു യൂണിക് ലൈഫ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഈ ബൺഷീസ് എന്ന് പറയുന്ന ജെല്ലി ഫിഷുകളുടെ മേലെ ഒരു നാച്ചുറൽ റോപ്പ് ബ്രിഡ്ജ് ഉണ്ടാക്കി ഒരു ജീവിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഫ്ലോട്ടിംഗ് വില്ലേജ് പോലെ താമസം ഒരുക്കുന്ന ഒരു സിസ്റ്റം. ഇത് പൻഡോറയിലെ മറ്റേത് ക്ലാനിലും കാണാത്ത ഒരു യൂണിക് ലൈഫ് സ്റ്റൈലാണ്. പിന്നെ ഈ ക്ലാൻ ഏവയുടെ കൂടെ കണക്ഷൻ ഇല്ലാത്ത പോലെ ആയിരിക്കും കാണിച്ചിട്ടുണ്ടാവുക. ഒംറ്റിക്കായ ആൻഡ് മെറ്റ്കായന പീപ്പിൾസിന് ഒരു ഏവ ട്രീ ഉള്ള പോലെ ഈ വിൻ ട്രേഡേഴ്സിന് ഒരു ഹോം ട്രീ ഉണ്ടെന്ന് എവിടെയും കാണിച്ചിട്ടില്ല. ലൈക്ക് ആ പറക്കുന്ന ഒരു ഷിപ്പ് ഉണ്ടെങ്കിൽ പോലും പക്ഷേ ഇതൊരു ഏവയായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റില്ല. സദാസമയം പറന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർ എങ്ങനെയാണ് ഏവയെ കോൺടാക്ട് ചെയ്യുന്നതെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. മേ ബി അത് ഫുൾ മൂവി വരുമ്പോൾ നമുക്ക് അറിയാമായിരിക്കും. സിമ്പിളായി പറഞ്ഞാൽ പൻഡോറയിലെ ഏറ്റവും സ്വതന്ത്ര ജനങ്ങൾ ഇവരായിരിക്കും. ഇവർക്ക് ടെറിട്ടറീസ് ഒന്നുമില്ല. സ്കൈ ഇസ് ദെയർ ഹോം. അതായത് അവർക്ക് മുഴുവൻ പൻഡോറയും സ്വന്തം ലോകം പോലെ ആയിരിക്കും. ആൻഡ് മൂവി റിലീസിന് ശേഷം നമുക്ക് കുറച്ചുകൂടി ഇവരെ പറ്റി സംസാരിക്കാം. സോ അതൊക്കെ മിസ് ചെയ്യാതെ കാണാൻ ഹോളിവുഡ് പാക്ക് മലയാളം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഗൈസ്. ബൈ.